അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ആ സഹോദരി കണ്ണുനീരോടെ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത 7 തീരുമാനങ്ങളിൽ ഒന്നാമത്തത് പറയുകയാണ് അഫ്ദു നഫ്സി ഹത്താ ലം യറാ അഹദുൻ ബിൽ മഹാരിമി. ഞാൻ ഒന്നാമതെടുത്ത തീരുമാനം, എന്റെ ശരീരത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുവദിക്കാത്ത ഒരാളുടെ മുന്നിലും ഞാൻ പ്രദർശിപ്പിക്കൂല എന്ന ഉറച്ച തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കിട്ടാതിരിക്കുക? പിന്നെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാതിരിക്കുക? എന്റെ ശരീരത്തെ അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരു സ്ഥലത്ത് ഞാൻ പ്രദർശിപ്പിക്കൂല. അർഹതപ്പെട്ടവരുടെ മുമ്പിലല്ലാതെ, അനുവദിക്കപ്പെട്ടവരുടെ മുമ്പിലല്ലാതെ എന്റെ ശരീരം ഞാൻ തുറന്നിടൂല എന്ന ശക്തമായ തീരുമാനം ആ പ്രിയപ്പെട്ട സഹോദരി എടുത്തു എന്ന് പറയുമ്പോൾ ഞാനിത് ആരോടാണ് പറയുന്നതെന്ന് എനിക്കറിയാം. കാസർഗോഡ് ജില്ലയിൽ ഒരു പാട്ടുകാരൻ വന്ന് പാതിരാത്രിയിൽ ഗാനമേള നടത്തിയപ്പോൾ പോലീസുകാരന്റെ ലാത്തിയിലെ അടികൊണ്ട് വീണ പാവപ്പെട്ട പെൺകുട്ടികളുള്ള ജില്ലയിലാണെന്ന ബോധം എനിക്കുണ്ട്. എന്റെ പൊന്നുമോളെ, ഒരു ചെറിയ ശ്വാസമാണ് നമുക്കുള്ളത്. അത് ഏത് സമയത്തും നിലച്ചു പോകാം, അത് ഏത് സമയത്തും നിന്നു പോകാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിന്നെ കാണുന്നത് നേരത്തോട് നേരമാകുന്നതിന് മുമ്പ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നമ്മളെ കൊണ്ടുവന്ന് കബറടക്കുന്ന രംഗമാണ്. അവിടെ ആരാ ഉള്ളത് മോളെ? ഏത് പാട്ടുകാരനാ? ഏത് ആഘോഷക്കാരനാ? ഏത് നേതാവാ? ഏത് ഹറാമിന് നിനക്ക് കൂട്ടുനിന്നവരാ? അല്ലാഹുവേ, ഖബറാകുന്ന കുറ്റാകുറ്റിരുട്ടിന്റെ ഉള്ളറയിൽ അടച്ചിടപ്പെട്ട വാതില് പോലെ എന്റെ പൊന്നുമക്കളെ നമ്മൾ കിടക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അലിയാര് തങ്ങളെ, ഈ അറേബ്യയിൽ എല്ലാവരുടെയും മയ്യത്ത് കൊണ്ടുപോകുന്നത് ഒരു തടിക്കഷണത്തിന്റെ മുകളിൽ വെച്ചാണ്. മുകളിൽ മറയില്ലാത്ത തടിക്കഷണത്തിന്റെ മുകളിലാണ് ആ കാലഘട്ടം വരെ മുഴുവനും മയ്യത്ത് കൊണ്ടുപോയിരുന്നത്. അലിയാര് തങ്ങളോട് ലോകത്തിന്റെ തിരുദൂതരുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, തങ്ങളെ, എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിന്റെ മുകളിൽ ഒരു മറ വെക്കണേ തങ്ങളെ. എന്റെ ശരീരം പൊതിഞ്ഞു കിടത്തിയിരിക്കുന്നത് പോലും ഒരാള് കണ്ടിട്ട് ശരീരത്തിന്റെ ഒടിവറിയാനും പാടില്ലെന്ന് പറഞ്ഞു പോയ ലോകത്തിന്റെ തിരുനിലാവിന്റെ കരളേ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹാ, എന്റെ കാഞ്ഞങ്ങാട്ട പെങ്ങളെ, ദുനിയാവ് മാത്രമാണ് ജീവിതമെന്ന് കരുതല്ലേ. പണക്കൊഴുപ്പിന്റെ പേരിൽ പ്രായപൂർത്തിയെത്തിയ മക്കളെ പോലും മുട്ടിന് മുകളിൽ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് ആഘോഷമാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന കല്യാണ ഓഡിറ്റോറിയത്തിലെ വിൽപ്പന ചരക്ക് പോലെ കൊണ്ടു നടക്കുന്ന ഉമ്മ, അല്ലാഹുവോട് സമാധാനം പറയേണ്ടി വരും മോളെ. ഇത് പറയുമ്പോ എല്ലാവരും പറയും, മൊയ്ലാക്കന്മാർക്ക് ഇത് തന്നെയല്ലേ ഉള്ളൂ പറയാൻ, വാ തുറന്നാലതേ ഉള്ളൂ. എത്ര നിരീശ്വരവാദികൾ പറങ്ങിയാലും, ആരെല്ലാം ട്രോളി പരിഹരിച്ച് മുഖത്ത് കാർക്കിച്ചു തുപ്പിയാലും, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഇത്തരം സംവിധാനങ്ങളെ ഇസ്ലാം സ്ഥലത്തും പറയലുണ്ട്. പക്ഷെ ഇത് 10 വയസ്സിന്, അതായത് 5 വയസ്സിന് ശേഷമാണ് ആദ്യം വരുന്നതെങ്കിൽ, 5 വയസ്സിന് ശേഷമാണ് ആദ്യം വരുന്നതെങ്കിൽ ആ അസുഖം വലിയ ഡേഞ്ചറാണ്. എൻ്റെ മരണപ്പെട്ടു പോയ മുസ്താഖ് അഹമ്മദ് എന്ന മോന് ആ അസുഖമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. ഡോക്ടറുമായിട്ടൊക്കെ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ആരുടെ പടക്കം വയ്ക്കുന്ന എടാ മക്കളെ, അല്ലെങ്കിൽ തന്നെ സൗണ്ട് ഇന്ത്യയിൽ മാത്രമേ കേൾക്കാൻ ബാക്കിയുള്ളൂ. അതെപ്പോഴാണ് വരുന്നതെന്ന് പ്രതീക്ഷയോടെ നിൽക്കുന്ന സമയത്താണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ഗൾഫ് രാജ്യത്തിലൊക്കെ മൊബൈലിന് സ്വസ്ഥതയില്ലാതെ സൈറൻ മുഴങ്ങാണ് മിസൈലുകളുടെ വരവ് കൊണ്ട്. പെട്ടെന്ന് അള്ളാഹു ഒരു സമാധാനവും സലാമത്തും കൊടുക്കട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ അപസ്മാര രോഗത്തെക്കുറിച്ച് അത്രയും പഠിക്കാൻ കഴിഞ്ഞത്. അതൊരു വല്ലാത്ത രോഗമാണ്. അത് വന്ന് മുതിർന്നവർക്ക് അത് വന്നാൽ എവിടെ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റൂല. ജംഗ്ഷനിലാകാം, സ്റ്റാൻഡിലാകാം, പള്ളിയിലാകാം, കമ്പോളത്തിലാകാം, പ്രസംഗ സ്റ്റേജിലാകാം, സദസ്സിലാകാം. അത് വന്ന് മറിഞ്ഞു വീണ് വായിലൂടെ നുരയും പതയും വന്ന് നമ്മൾ തകർന്നു പോകും, നമ്മുടെ വസ്ത്രം മാറിപ്പോകും.
ആരൊക്കെയാണ് അവിടെ നിൽക്കുന്നവരെന്നൊന്നും നമുക്കറിയില്ല. ഈ സഹോദരി കരഞ്ഞു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, സഹിക്കാൻ വയ്യ നബിയേ, താങ്ങാന് പറ്റുന്നില്ല നബിയേ, ഈ അസുഖം കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നു റസൂലേ. അതുകൊണ്ട് അങ്ങ് ഈ അസുഖമൊന്നു മാറാൻ വേണ്ടി അള്ളാനോട് ദുആ ചെയ്യുമോ നബിയേ? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാൻ ദുആ ചെയ്യാം മോളെ, നീ ദുആ ചെയ്താൽ അല്ലാഹു ഇത് മാറ്റിത്തരും മോളെ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ അസുഖത്തിൻ്റെ പേരിലുണ്ടാകുന്ന ബുദ്ധിമുട്ടും വേദനയും ഈ അസുഖവും നീ അങ്ങ് ക്ഷമിക്കുകയാണെങ്കിൽ വലക്കിൽ ജന്നാ, അതിന് പകരം അല്ലാഹു നിനക്ക് സ്വർഗം തരാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, ഈ അസുഖം മാറാതെ ആ സുഖത്തിന്റെ ബുദ്ധിമുട്ടും അസ്വാരസ്യങ്ങളും നീ സ്വയം സഹിക്കാൻ തീരുമാനിച്ചാൽ അതിന് പകരം അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് പറയുന്നു, യാ ഹബീബല്ലാഹ്, അങ്ങനാണെങ്കിൽ എനിക്ക് സ്വർഗം മതി നബിയേ. എൻ്റെ കാഞ്ഞങ്ങാട്ടപ്പെങ്ങളെ, അള്ളാന്റെ സ്വർഗം എങ്ങനെ വെറുതെ കിട്ടുന്നതല്ല, അള്ളാന്റെ സ്വർഗം എങ്ങനെ നിങ്ങൾ മയക്കിയെടുക്കാൻ പറ്റുന്നതല്ല, അള്ളാന്റെ സ്വർഗം നിങ്ങൾക്ക് കൈക്കൂലി കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. ഈ പെങ്ങൾക്ക് ആരംഭപ്പൂവായ റസൂൽ അങ്ങനെ ഒരു വാക്ക് കൊടുത്തപ്പോൾ അത് ഉറപ്പായല്ലോ. ആരാണ് വാക്ക് കൊടുക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരോ ഞങ്ങളോ അല്ല, ലോകത്തിന്റെ തിരുദൂതരാണ്. ആ വാക്ക് പാലിക്കപ്പെടാതിരിക്കാൻ പറ്റൂല. ആ പെണ്ണു പറയുന്നു, യാ റസൂലല്ലാഹ്, എന്നാൽ ആ സുഖമുണ്ടായിക്കോട്ടെ നബിയെ, എനിക്ക് സ്വർഗം മതി ഹബീബേ. അത് പറഞ്ഞ പെൺകുട്ടി നടന്നുപോയി. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. മുത്തുനബി ചോദിച്ചു, ഇനി എന്താ വേണ്ടത്? അല്ലാഹുവിന്റെ റസൂലേ, അസുഖം മാറണമെന്നില്ല, പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഹബീബേ. ഞാൻ മറിഞ്ഞു വീഴുമ്പോ എൻ്റെ ശരീരത്തിൻ്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ, എൻ്റെ ശരീരത്തിൻ്റെ ഔറത്ത് വെളിവാകുന്നു റസൂലേ. ആരുടെ മുമ്പിലൊക്കെയാണ് എവിടെയൊക്കെയാണ് വീഴുന്നതെന്ന് പറയാൻ പറ്റൂല. എൻ്റെ കൈകാലുകൾ വസ്ത്രം മാറിയിട്ട് വെളിവാകുന്നുണ്ട് നബിയേ. അതുകൊണ്ട് അതൊന്ന് അവസാനിപ്പിക്കാൻ അവിടെ അല്ലാഹുവോട് ദുആ ചെയ്യണം റസൂലേ. എനിക്കതാണ് പേടി നബിയേ. അസുഖം വന്ന് വീണാലും അസുഖം വന്ന് മറിഞ്ഞു വീണാലും തൻ്റെ ശരീരത്തിൻ്റെ നഗ്നതയുടെ ഒരു ചെറിയ ഭാഗം പോലും ഒരു അന്യപുരുഷൻ കാണുന്നത് അത്രമേൽ ഭയപ്പെട്ടിരുന്ന ഒരു പെണ്ണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇനി മുതൽ അതുണ്ടാവില്ല പെണ്ണേ. ആരംഭപ്പൂവിൻ്റെ ദുആ കൊണ്ട് അതുണ്ടാവും.